നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 തുലാം രാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. തുലാം രാശി ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. ഗ്രഹനിലയിലേക്ക് കിടക്കാം. നിലവിൽ തുലാം രാശിയുടെ 8ാം ഭാവത്തിലാണ് ഗുരു സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് 14 ശേഷം ഗുരു തുലാം രാശിയുടെ 9ാം ഭാവത്തിലേക്ക് രാശി മാറും. ശനി തുലാം രാശിയുടെ 6ാം ഭാവത്തിലാണ് 2025 മാർച്ച് 29 വരെ സ്ഥിതി ചെയ്യുന്നത്. ശേഷം മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. രാഹു 6ലും കേതു 12ലും സ്ഥിതി ചെയ്യുന്നു. 2025 മെയ് 18 ശേഷം രാഹു 5ാം ഭാവത്തിലേക്കും കേതു 11ാം ഭാവത്തിലേക്കും രാശി മാറും. ആയുസ്സിൻ്റെയും ആപത്തുകളുടെയും ഭാവമായ 8ാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുമ്പോൾ രോഗങ്ങളും സന്താന ദുഃഖങ്ങളും സഹോദരങ്ങൾക്ക് ദോഷവും അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിത രീതിയും വസ്തുവകകൾക്ക് നാശവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മുറിവ്, അപകടങ്ങൾ എന്നിവ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. എന്നാൽ 2025 മെയ് 14 ശേഷം ഗുരു ഭാഗ്യഭാവമായ 9ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പുത്രസുഖവും ഗ്രഹലാഭവും ധനലാഭവും സ്ത്രീയോഗവും ഉത്തമമായ ആഹാരവും കർമ്മരംഗത്ത് ഉയർച്ചയും നൽകും. മക്കളെ കൊണ്ടുള്ള സന്തോഷവും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും പിതൃസ്വത്തിൻ്റെ ലഭ്യതയും ഉണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും ദൈവാധീനവും ധർമ്മചിന്തകളും ഉണ്ടാകും. തീർത്ഥാടനത്തിൽ താല്പര്യം തോന്നുന്ന സമയമാണ്. ജൂലൈ മാസത്തിന് ശേഷം കരിയറിൽ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിദേശത്ത് പോകാനുള്ള അനുമതി ലഭിക്കും. മുടങ്ങിക്കിടന്ന ജോലികൾ മാർച്ച് അവസാന വാരം മുതൽ പുനരാരംഭിക്കും. ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ വളരെ കൂടും. ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് വരുമാനം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ നല്ല ഫലം ലഭിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ മെച്ചമായ സമയമാണ്. ശാരീരികവും മാനസികവുമായ ആശ്വാസവും കുടുംബത്തിൽ ഐക്യതയും ലഭിക്കും. സാമ്പത്തികമായി വളരെ ഉന്നതിയിലെത്താൻ കഴിയും. സന്താനലബ്ധി ഉണ്ടാകും. ഗുരുകടാക്ഷമുണ്ടാകും. അങ്ങനെ 2025 മെയ് 14 ശേഷം ഗുരു നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും. അടുത്തതായി ശനി എങ്ങനെയാണെന്ന് നോക്കാം. ശനി തുലാം രാശിക്കാരുടെ 5ാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. സന്താനങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഭാവമായ 5ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന സമയം മനസ്സമാധാനം ഇല്ലാതാവും. ധനനഷ്ടവും സന്താന ദുരിതവും കാര്യങ്ങളിൽ പരാജയവും ഉണ്ടാകും. കുടുംബത്തിൽ വഴക്കുകളും സുഖഹാനിയും ഉണ്ടാകും. കുട്ടികൾ പഠനത്തിൽ അലസത കാണിക്കും. കോമ്പറ്റീഷൻ ടെസ്റ്റുകളിൽ കുട്ടികൾ പരാജയപ്പെടും. എന്നാൽ 2025 മാർച്ച് 29 ശേഷം ശനി തുലാം രാശിയുടെ 6ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും. 6ാം ഭാവം ശനിക്ക് അനുകൂല ഭാവമാണ്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. ജീവിത സുഖങ്ങളും കുടുംബസുഖവും ശത്രുക്കളുടെ നാശവും മത്സരങ്ങളിൽ വിജയവും ധനവരവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങളും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൽ ജോലി ലഭിക്കും. അങ്ങനെ ശനിയും വർഷത്തിൻ്റെ 2ാം പകുതിയിൽ നിങ്ങൾക്ക് അനുകൂലത നൽകും. അടുത്തതായി രാഹുവിൻ്റെ സ്ഥിതി നോക്കാം. രാഹു തുലാം രാശിയുടെ 6ാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. രാഹുവിനെ 6ാം ഭാവം അനുകൂല ഭാവമാണ്. തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആത്മധൈര്യവും തൻ്റെ ഇടവും ഉണ്ടാകും. ശത്രുക്കൾ മിത്രങ്ങളാകും. ധനലാഭവും സുഖവും അനുഭവപ്പെടും. എന്നാൽ 2025 മെയ് 18 ശേഷം രാഹു 5ാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തുന്നു. 5ലെ രാഹു ധനനഷ്ടത്തെയും മനസ്സമാധാനക്കുറവിനെയും കാണിക്കുന്നു. കുട്ടികളെ കൊണ്ട് മനോദുഃഖം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാൽമുട്ടിന് താഴെ വേദനയും കാലിന് ബലക്കുറവും ഉണ്ടാകാവുന്ന സമയമാണ്. സൂക്ഷിക്കണം. അടുത്തതായി കേതു. തുലാം രാശിയുടെ 12ാം ഭാവത്തിലാണ് കേതു സ്ഥിതി ചെയ്യുന്നത്. അനാവശ്യ ചിലവുകളും സാമ്പത്തിക പ്രതിസന്ധിയും ബന്ധുക്കളുമായി അകൽച്ചയും സൃഷ്ടിക്കുന്നു.
എന്നാൽ 2025 മെയ് 18 ശേഷം കേതു 11-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ലാഭത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഭാവമായ 11-ാം ഭാവം കേതുവിനും അനുകൂല ഭാവമാണ്. വളരെയധികം നേട്ടങ്ങൾ കേതു 11-ാം ഭാവത്തിൽ നിന്നാൽ നൽകും. സർവകാര്യ വിജയം, അംഗീകാരം, പ്രശസ്തി, ശാരീരിക സുഖം, ധനവർദ്ധനവ്, സന്തോഷം എന്നിവയാണ് കേതു നൽകുന്ന ഫലങ്ങൾ. കൂടാതെ പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും മെയ് മാസത്തിന് ശേഷം സമയം വളരെ നല്ലതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും മെയ് മാസം കഴിഞ്ഞാൽ നല്ല വിവാഹങ്ങൾ നടക്കും. 2025 മെയ് 14 ശേഷം ഗുരുവും മാർച്ച് 29 ശേഷം ശനിയും അനുകൂലരാണ്. 2025 മെയ് 18 വരെ രാഹു നല്ല ഫലങ്ങൾ തരും. എന്നാൽ കേതു മെയ് 18 ശേഷം ഗുണഫലങ്ങൾ നൽകും. അങ്ങനെ ഗുരുവും ശനിയും കേതുവും നിങ്ങൾക്ക് വർഷത്തിൻ്റെ 2-ാം പകുതിയിൽ വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. ആദ്യ പകുതിയിൽ രാഹുവും അനുകൂലനാണ്. വർഷത്തിൻ്റെ 2-ാം പകുതിയാണ് നിങ്ങൾക്ക് വളരെ അനുകൂലമായി കാണുന്നത്. ദോഷപരിഹാരങ്ങൾക്കായി 2025 മെയ് 14 വരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായസം നടത്തണം. 2025 മാർച്ച് 29 വരെ ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തണം. രാഹുവിന് വർഷത്തിൻ്റെ 2-ാം പകുതിയിലും കേതുവിന് വർഷത്തിൻ്റെ ആദ്യ പകുതിയിലും നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചനയും നടത്തുക. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. 2025 തുലാം രാശിക്കാർക്ക് വളരെ ഭാഗ്യമുള്ള ഒരു വർഷമാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.